മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം കൊടുക്കുകയും കേരളത്തിന് നൽകാതിരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളവും ഇന്ത്യയിലാണ് എന്ന കാര്യം യൂണിയൻ ഗവൺമെൻറ് വിസ്മരിച്ചു പോകരുത് എന്നുള്ളതാണ്. കേരളത്തെ പരിപൂർണമായ നിലയിൽ എല്ലാ അർത്ഥത്തിലും അവഗണിച്ചുകൊണ്ട് പോകുന്നതിനെതിരായിട്ടാണ് ഇവിടെ ബ്രിട്ടാസ് സൂചിപ്പിച്ചിട്ടുള്ള എല്ലാവരും ഒന്നുചേർന്നുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നുചേർന്നുള്ള ഒരു സമരത്തിന് മുഖ്യമന്ത്രിയും ആഹ്വാനം ചെയ്തത്. എന്നാൽ BJP ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം ഒരു കാരണവശാലും കേരളം നന്നാവരുത് എന്നുള്ള ആഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ കേരളം നന്നാവണം, കേരളം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും, നിങ്ങൾ ഉൾപ്പെടെ, മാധ്യമപ്രവർത്തകരുൾപ്പെടെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. നിങ്ങൾ സുരേഷ് ഗോപിയോട് സംസാരിക്കുമോ? സുരേഷ് ഗോപിയോട് ഞങ്ങൾ സംസാരിച്ചാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള MP കന്നിമൊഴി പാർലമെൻറ്റിൽ സംസാരിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം, കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. പക്ഷേ കേരളത്തിൻ്റെ നന്മയല്ല BJP ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. പ്രധാനമന്ത്രി വയനാട്ടിൽ പോയിട്ട് കുട്ടിയെ എടുത്ത് ലാളിച്ച് ഒരു നാടകം ക്രിയേറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ദുരന്തത്തിൻ്റെ പിന്നിട്ട് 5 മാസങ്ങൾ കഴിഞ്ഞു, യാതൊരു സഹായവും കേരളത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെന്താ അർത്ഥാക്കുന്നത്? BJPയുടെ രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ് കേരളത്തെ സഹായിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോ ഇനത്തിലും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആവശ്യത്തിലേറെ സഹായം കൊടുക്കുകയും, എന്നുവെച്ചാൽ അവരാവശ്യപ്പെട്ടതിനേക്കാളേറെ സഹായം കൊടുക്കുകയും കേരളത്തിന് ആവശ്യപ്പെട്ടതിൻ്റെ 4/1 പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് ഓരോ മേഖലയിലും. അത് പോഷകാഹാരം വിതരണം നടത്തുന്ന കാര്യത്തിലാണെങ്കിൽ, അംഗനവാടികൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തിലാണെങ്കിൽ, ഗുജറാത്തിൽ ഉപഭോക്താക്കളുടെ എണ്ണം കുറയുമ്പോൾ അവിടുത്തെ നൽകുന്ന പണം കൂട്ടുന്നു. എന്നാൽ കേരളത്തിൽ ഉപഭോക്താക്കൾ ഏറെ വർദ്ധിക്കുമ്പോൾ നേരെ തിരികെയുമുള്ള ഒരു ഡയറക്ഷനിലാണ് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമായിട്ടുള്ള ഒരു ചിത്രം. MP ഒരു കാര്യം കൂടി, അതായത് PD എന്നെ കൃത്യസമയത്ത് കൊടുത്തില്ല, അതല്ലെങ്കിൽ ഈ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണം. പക്ഷെ അങ്ങനെ ഒരു മാനദണ്ഡം, അങ്ങനെ ഒരു വകുപ്പ്, അങ്ങനെ ഒരു ചെയ്യാൻ നിലവിൽ ഒരു ബാധ്യതയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് എന്താണ് സംസ്ഥാന സർക്കാരിനും ആ കാര്യത്തിൽ വീഴ്ച പറ്റിയെന്ന് NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ MP-മാരുടെ യോഗം വിളിച്ചിരുന്നു. അന്ന് ചില ആളുകൾ ഈ വിഷയം ചോദിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വളരെ കൃത്യമായി എന്താണ് സർക്കാർ സ്വീകരിക്കേണ്ടുന്ന നടപടി, കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടുന്ന നടപടി, ദേശീയ ദുരന്തം എന്നതിനൊപ്പം തന്നെ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് തീവ്ര ദുരന്തമായി എന്ന് പറഞ്ഞാൽ ടൈപ്പ് 3 ആയി പ്രഖ്യാപിച്ചുകൊണ്ട് സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന് എല്ലാ ടെക്നിക്കൽ ടേംസും കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എഴുതിയിട്ടുള്ള കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബഹുമാന്യനായിട്ടുള്ള പ്രേമചന്ദ്രൻ ആ കത്ത് വായിച്ചു നോക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വായിച്ചിട്ടും ഇടതുപക്ഷ സർക്കാരിനെ അല്ല സഹായിക്കേണ്ടത്, BJP-യാണ് സഹായിക്കേണ്ടത് എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുകയും മോദി സർക്കാർ നീതി പാലിക്കണം എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നല്ല ഒരു സന്തോഷകരമായിട്ട് കാര്യം.